ഗ്രാൻഡിഡിക്ക് യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ റെസിപ്പിയാണേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഇതിന് എന്നൊക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നതെന്ന് ഞാൻ പറയാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സബോളയില്ലേ, സബോള ഞാൻ നീളത്തിലരിഞ്ഞ് ഒരു വലിയ സബോളയായിരുന്നേ അതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി, ചുവന്നുള്ളി ഞാൻ അതുപോലെ തന്നെ ഒരു 10-15 എണ്ണം ഉണ്ട്, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാളംപുളിയാണ് ഇത്. അപ്പോൾ വാളംപുള്ളി ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില അല്പം കൂടുതൽ ഇടുന്നുണ്ട് നമ്മളിതിൻ്റെ കൂടെ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 2 അല്ലിയുണ്ട്. ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി വേണം. അതുപോലെ തന്നെ ഇത്രയും ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു പാനി ഞാൻ അടുപ്പത്ത് വെച്ചേ. പിന്നെ ഇപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് അതിൽ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സവോള അതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള എല്ലാ സാധനവും നമ്മൾ വഴറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് ഇട്ട് കൊടുക്കട്ടെ. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സബോള പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കപ്പോൾ പെട്ടെന്ന് നമ്മുടെ സബോള റെഡിയായി നമുക്ക് കിട്ടും. ഇതാ നമ്മുടെ സവോളയൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മുടെ ചുവന്നുള്ളി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പച്ചമുളക് എടുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുവാണേ. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഞാനിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്നും കൂടെ നമുക്കൊന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇഞ്ചി ഞാൻ വലിയ കഷ്ണമാക്കി തന്നെ ഇട്ടിരിക്കുന്നത്, കാരണം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞില്ല. ഇത് എണ്ണ കിടന്നൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും നമ്മളിത് ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ കറിവേപ്പില കേട്ടോ. കറിവേപ്പില അല്പം കൂടുതലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില കൂടുതലായതുകൊണ്ട് നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഞാനത് കൂടുതൽ ചേർത്തു. ഇപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര, അത് ഞാൻ ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കര ഇട്ട് കൊടുക്കുമ്പം ഒരുപാട് മധുരമൊന്നും വരികയില്ല കേട്ടോ. മധുരം നമുക്ക് തോന്നത്തേ ഇല്ല. അപ്പം ശർക്കര ചേർത്ത് കഴിയുമ്പോൾ നല്ല എക്സ്ട്രാ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്തിട്ടൊന്ന് ഇളക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ പുളിയാണ്, വാളംപുളി ഇച്ചിരി അധികം നമ്മൾ ചേർക്കുവാണേ. വാളംപുളി ഇതിനകത്ത് എണ്ണ കിടന്നൊന്ന് റെഡിയാകട്ടെ. നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതാ നമ്മൾ എടുത്ത് വെച്ച് നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കാശ്മീരി മുളക് പൊടിക്കാകുമ്പോൾ എരിവ് കുറവാണ്. അല്ലാത്ത മുളക് പൊടി വേണമെങ്കിൽ അത് നമുക്ക് ചേർക്കാം. ഞാനിതിവിടെ ചേർക്കുന്നില്ലെന്നേ ഉള്ളൂ. പച്ചമുളക് പറഞ്ഞ് ഞാൻ അരിഞ്ഞിട്ടിട്ടുള്ളതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആ മുളകിൻ്റെ ഒരു പച്ചപ്പ് ചുവയൊക്കെ ഒന്ന് പോയി മാറുന്ന വരെ നമുക്ക് തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. ഉപ്പ് ഞാൻ മുമ്പേ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇനി നമ്മൾ നോക്കിയിട്ടേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊന്ന് റെഡിയായിട്ട് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. തീരെ നമ്മൾ പൊടിയായിട്ടല്ല അരിക്കുന്നത് കേട്ടോ. ഇടയ്ക്കും നമ്മൾ ഇച്ചിരി ഇട്ടിട്ടാണ്. ഒത്തിരി തീരെ പൊടിയായിട്ട് അരച്ചാൽ നമുക്കത് ശരിയാകത്തില്ലേ, അതുകൊണ്ടിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയായിട്ട് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്.
റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷം കേട്ടോ നമ്മുടെ മിക്സിയിലെ ജാറിലിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിവിടെ നിന്ന് തീ ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് ഇത് തണുത്ത് വരട്ടെ. ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുവാണേ. തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഞാൻ അരച്ച് കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഞാനിവിടെ റെഡിയാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ചോറിനൊന്നും വേറെ കറികളൊന്നും വേണ്ട ഇതുണ്ടെങ്കിലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.